കടലാക്രമണം ശക്തമായ കൊച്ചി എടവനക്കാട് തീരദേശ മേഖലയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുനമ്പം വൈപ്പിൻ സംസ്ഥാനപാത പ്രദേശവാസികൾ മണിക്കൂറുകളോളം ഉപരോധിച്ചു. വർഷങ്ങളോളമായി കടലാക്രമണ ഭീതിയിൽ കഴിയുന്നവരാണ് കൊച്ചി എടവനക്കാട് കണ്ണമാലി തീരദേശവാസികൾ. മഴ കനത്തതോടെ കടലാക്രമണം ശക്തമായി. തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം ഉന്നയിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പം വൈപ്പിൻ സംസ്ഥാനപാത മണിക്കൂറുകളോളം ഉപരോധിച്ചു. ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് നിർമ്മിച്ച് പ്രശ്നപരിഹാരം കാണണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. 2004 ഡിസംബറിലുണ്ടായിരുന്ന സുനാമിക്ക് ശേഷം ഈ തീരസംരക്ഷണം എന്ന് പറഞ്ഞൊരു ഇടപാട് നടന്നിട്ടില്ല. കാരണം നാളിതുവരെ നമ്മുടെ തീരദേശമുള്ള സീവാള് പണിയെ പുലിമുട്ട് നിർമ്മാണം ഇതൊന്നും ഉണ്ടായില്ല. ശാസ്ത്രീയമായി പുലിമുട്ട് നിർമ്മിക്കാൻ ഈ 2017 വന്ന ഒരു കമ്മീഷൻ ഇതനുസരിച്ച് 18 പുലിമുട്ടുകളാണ് എടവനക്കാട് പഞ്ചായത്തിന്റെ തീരദേശത്ത് പണിയേണ്ടത്. അവിടെ ആകെ പണിതേക്കണം 4 പുലിമുട്ടുകൾ മാത്രമാണ്. ഈ 4 പുലിമുട്ട് വന്നതിന് ശേഷം ഒരു 4 വർഷത്തോളമായിട്ട് ഭയങ്കരമായി വെള്ളം കയറാണ്. കാരണം നിലവിലുണ്ടായിരുന്ന സീവാള് പോലും തേഞ്ഞു തീർന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ജനിച്ചു പോയി നാട്ടിൽ ആയുസ് ഒടുങ്ങാണ്ട് നമുക്ക് മരിക്കാൻ പറ്റൂല. ആവശ്യമുള്ള കാലം വരെ ജീവിക്കണം. അതേസമയം ടെട്രാപോഡിനായി വിശദമായ പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചുവെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്ന് സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷം സബ് കളക്ടർ അറിയിച്ചു. ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ജിയോ ബാഗ് സജസ്റ്റ് ചെയ്യുന്നത്. അത് അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടെയും നമുക്ക് ഒരു ആസ് ഓഫ് നൗ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള നമ്മൾ ഓൾറെഡി 150 മീറ്റേഴ്സിനുള്ളത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് ടെട്രാപോഡ് തന്നെയാണ്. നമ്മൾ അതിനുള്ള DPR ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം സാങ്ഷൻ വരുന്ന മുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ജിയോ ബാഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന സബ് കളക്ടറുടെ ഉറപ്പ് പക്ഷേ തീരദേശത്തെ സമരക്കാർ അംഗീകരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ജനം, കൊച്ചി.